ശ്രീ ജേക്കബ് തരകൻ, സമരം ഈ പറയുന്ന യുദ്ധം 10ാം നാളിലേക്ക് എത്തുന്നു. നമ്മൾ കാണുന്നത് വ്യാപകമായ നാശങ്ങൾ, മരണസംഖ്യ ഉയരുന്നു. അത് ഇരുപക്ഷത്തും. ടെഹ്റാനിലും ടെല്ലവീവിലും ഇതുവരെ ഇല്ലാത്തവണ്ണം ചുട്ടുകരിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മുജ്തബ ഖമനയെ അത് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഒക്കെ കൊല്ലും എന്ന് എക്സ്പ്ലിസിറ്റായി പ്രഖ്യാപിച്ചിട്ടും അടുത്ത പിൻഗാമിയെ നയിക്കുക വഴി പിന്നോട്ടില്ല എന്നൊരു സന്ദേശം ഇറാൻ നൽകുകയുമാണ്. 10ാം നാളിലേക്ക് എത്തുമ്പോൾ ഈ യുദ്ധം എന്താകും, ആ യുദ്ധത്തിന്റെ ട്രാജക്ടറി എങ്ങനെ എന്നാണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ, ശ്രീ ജേക്കബ് തരകൻ? ഹാഷ്മി, യുദ്ധത്തിൻ്റെ കാണുന്ന കുറച്ച് മുഖങ്ങളുണ്ട്, കാണാത്ത മുഖങ്ങളുണ്ട്. ആദ്യമേ നമുക്ക് കാണുന്ന മുഖങ്ങളെ പറ്റി പറയാം, ഇനി മുമ്പോട്ട് എന്താകാം. ഒരു കാര്യം വളരെ നിശ്ചയമാണ്, അമേരിക്കയും ഇസ്രായേലും പറഞ്ഞതുപോലെ ഇറാനെ പൂർണ്ണമായി തകർക്കും എന്നുള്ള അവരുടെ വാദം പൊളിയുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അതായത് പാട്രിയോട്ട് മിസൈൽസിൻ്റെ എണ്ണം കുറഞ്ഞു വരികയും ഇതുവരെ ഇസ്രായേൽ അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിനെതിരെ തൊടുത്തിട്ടുള്ള അവരുടെ ഫത്തേ മിസൈൽ എല്ലാം ലക്ഷ്യത്തിൽ ചെന്നു എന്നുള്ളതും നമുക്ക് അറിയാവുന്നതാണ്. എനിക്ക് ഒരു കാര്യം കൂടെ നമ്മളുടെ ഈ ശ്രോതാക്കളെയും ഈ കാണുന്നവരെയും എനിക്ക് അറിയിക്കാനുണ്ട്. നമ്മൾ എപ്പോഴും കാണുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഒപ്റ്റിക്സ് എല്ലാം ടെല്ലവീവിൻ്റെ അല്ല, അല്ലെങ്കിൽ അമേരിക്കൻ സോൾജേഴ്സിന് നഷ്ടമല്ല. നമ്മളെപ്പോഴും കാണുന്നത് ഒന്നുകിൽ ടെഹ്റാനിലെയോ അല്ലെങ്കിൽ ഇറാനിലെയോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള കുറച്ച് വീഡിയോസാണ് നമ്മൾ കാണുന്നത്. ഇതുവരെ ഞാൻ പബ്ലിക്കായിട്ട് അമേരിക്കയുടെ ഏതെങ്കിലും ബേസിൽ വീണതായിട്ടോ അവരുടെ നഷ്ടങ്ങളോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ബേസിൽ വീണതായിട്ടോ നമുക്ക് കാണാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് അവിടെ നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ ഒക്കത്തില്ല. അവിടെയും സാരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ അനുമാനിക്കുന്നത്. ഇനി നമുക്ക് കാണാത്തൊരു മുഖം, ഒരുപക്ഷെ നാം അറിയാതെ തന്നെ ഈ യുദ്ധം നമ്മളെയൊക്കെ വീട്ടിൽ എത്തി എന്ന് നാം മറക്കരുത്. കാരണം 2013-14 ക്രൂഡിൻ്റെ വില 105 ആയിരുന്നപ്പോൾ നമ്മളുടെ ഇവിടുത്തെ പെട്രോളിൻ്റെ വില നമുക്ക് അറിയാവുന്നതാണ്. ക്രൂഡിൻ്റെ വില 68, 69 അല്ലെങ്കിൽ $70 ആയപ്പോൾ നമുക്കിവിടെ കേരളത്തിൽ എനിക്ക് കോട്ടയത്ത് 106 രൂപയ്ക്കാണ് ഞാൻ പെട്രോൾ വാങ്ങിക്കുന്നത്. ഇന്ന് അവിടെ 100-ൽ കവിഞ്ഞു ബ്രെന്റ് ക്രൂഡിൻ്റെ വില. നമ്മൾക്ക് 3 മാസം റഷ്യയിൽ നിന്ന് വാങ്ങുവാൻ അനുമതി US സർക്കാർ നമുക്ക് തരികയും ചെയ്തു. നേരത്തെ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത് സബ്സിഡൈസ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് $13 പെർ ബാരലിന് ബ്രെന്റ് ക്രൂഡ് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഈ 2 ദിവസത്തിന് മുമ്പ് റഷ്യ നമുക്ക് $5 പ്രീമിയം ആക്കി. അതായത് അവിടെ $100 ആണെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇന്ത്യൻ പോർട്ടിൽ വരുമ്പോൾ $105 ആകും. ഞാൻ ഈ പറഞ്ഞ കണക്കിൻ്റെ ആഘാതം മനസ്സിലാക്കണമെങ്കിൽ $10 ബ്രെൻഡിന് കൂടുമ്പോൾ നമ്മളുടെ GDP 0.3 അല്ലെങ്കിൽ 0.3 അല്ലെങ്കിൽ 0.4% താഴോട്ട് പോകും. അത്രയും തന്നെ നമ്മളുടെ ഇൻഫ്ലേഷൻ കൂടും. അപ്പോൾ അതിൽ വരുന്ന ആഘാതങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മനുഷ്യർ, ഇന്ത്യക്കാരന് ഏതൊക്കെ മേഖലകളിൽ ലിങ്ക് ഉണ്ടോ അവിടെയൊക്കെ യാത്രയിൽ, മരുന്നിന്, നമ്മളുടെ വസ്ത്രങ്ങൾക്ക്, സാധനങ്ങൾക്ക്, എല്ലാത്തിനും ഈ വില കൂടും എന്ന് നമുക്ക് ഒരു സംശയം വേണ്ട. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ, 30 ലക്ഷത്തിൽ കൂടുതൽ മലയാളികൾ ഇന്ന് ഗൾഫ് ഏരിയയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലത്തെ ഒരു ന്യൂസിൽ വായിച്ചു, ഇറാൻ്റെ ഡീസലിനേഷൻ പ്ലാന്റിൽ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ ബോംബ് ഇട്ടുവെന്ന്. ഇത് ഓർത്തുകൊണ്ടും ഡീസലിനേഷൻ പ്ലാന്റ് കുവൈത്തിൻ്റെയും സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും ഒക്കെ ലൈഫ് ലൈനാണ്. അവിടെ ആരെങ്കിലും ഒരു ബോംബ് ഇട്ടാൽ അല്ലെങ്കിൽ ആ ഡീസലിനേഷൻ പ്ലാന്റിന് എന്തെങ്കിലും ആഘാതം സംഭവിച്ചാൽ ഒത്തിരി അധികം മലയാളികൾ തിരിച്ചു വരാൻ ഉള്ള ചാൻസ് ഉണ്ട്. അത് ഇന്ത്യയെ ബാധിക്കും, കേരളത്തെ ബാധിക്കും എന്നതിന് ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇറാനിലോ അല്ലെങ്കിൽ ഗൾഫിലോ താമസിക്കുന്ന ഏതൊരു വ്യക്തിയെപ്പോലെയും ഭീതിയോടാണ് നാം ഇവിടെ നോക്കിക്കാണേണ്ടത്. കാര്യം അവിടെ നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങൾക്കും
ഇനി അങ്ങോട്ട് പോകും തോറും ആഘാതങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇറാന്റെ ഫത്തേ മിസൈൽസ് ആ 3 അവർ ഫയർ ചെയ്തിട്ടുള്ളൂ. അനുമാനപ്രകാരം അവർക്ക് 2000-ൽ കൂടുതൽ ഈ മിസൈൽ ഉണ്ടെന്നാണ് അറിയുന്നത്. ഫത്തേ മിസൈൽ ഹൈപ്പർസോണിക് മിസൈലാണ്. അതിനെ പാട്രിയോട്ടിനോ ആരോയ്ക്കൊന്നും തടുക്കാൻ ഒക്കത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇനി യുദ്ധം എങ്ങോട്ട് പോകുമെന്ന് സർവൈവലും സസ്റ്റനൻസുമാണ്. ഈ നാടകം തുടങ്ങിയതേ ഉള്ളൂ. ഇനി എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് അറിയാൻ വയ്യ, ഊഹിക്കാവുന്നതേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.